ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മുടെ ന്യൂട്യൂബ് സീരീസിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് എടുക്കാനാട്ടോ ഞാൻ വന്നേക്കണം. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിഷൻ ബോർഡ്. അപ്പോൾ ഇനി വിഷൻ ബോർഡ് എന്താ പരിപാടികൾ എന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. വിഷൻ ബോർഡ് എന്നുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അത് എത്ര വർഷത്തേക്ക് വേണം ചെയ്യാം കേട്ടോ. ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും, ലോങ് ടേം ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് 2026 എൻ്റെ ആ ഒരു വർഷത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന എൻ്റെ ഒരു വിഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഗോൾസാണ്. അപ്പോൾ അതിനെ ഒരു പിക്ചറൈസ് ചെയ്തൊരു ബോർഡായിട്ട് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അത് ഡെയിലി കണ്ട് അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് അത് നമ്മുടെ ലൈഫിൽ വരാം. അപ്പോൾ ഞാൻ ഇതാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ഒരു 5 ഗോളിലാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്തിൽ ഇപ്പോൾ നമുക്ക് ഇത് ഞാൻ എൻ്റെ കാര്യമില്ല കേട്ടോ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ഹെൽത്തിലിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഹെൽത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് ഹെൽത്തി മീല്, പിന്നെ ഇപ്പോൾ ജിമ്മ്, വർക്കൗട്ട്, യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ നിങ്ങൾ അടുത്ത വർഷം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരണം എന്ന് കരുതുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് വരാം. പിന്നത്തെ ഒരു ടോപ്പിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെൽത്താണ്. അത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്, നമുക്ക് എത്രത്തോളം സേവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. പിന്നത്തേതെന്ന് പറയുന്നത് കരിയർ ആട്ടം. അതായത് നമ്മുടെ കരിയർ ഇനി അടുത്തൊരു വർഷം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു. ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ പ്രൊമോഷൻസ് കിട്ടുന്നത് അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കമ്പനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പ്ലാനുള്ളവരാണെന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെമാതിരി പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷത്തിനുള്ളിൽ ഇപ്പോൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ കൂടെ ആഡ് ഓൺ ആയിട്ട് 1-2 കോഴ്സ് ചെയ്യണം. അങ്ങനെ അതിലെന്താണോ ഉള്ളത് അതായിരിക്കും കരിയറിൽ വരുന്നത്. പിന്നത്തെ എൻ്റെ ഒരു ഫാക്ടറായിരുന്നു ഞാൻ വിഷൻ ബോർഡിന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഇതായിരുന്നു മെറ്റീരിയലിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു വർഷത്തിൽ എനിക്ക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടേക്കണ കുറച്ച് ഐറ്റംസ്, അതായത് സാധനങ്ങൾ, അതാണ് മെറ്റീരിയലിനോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. ചിലവർക്ക് ഐഫോൺ വാങ്ങിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്യാമറ വാങ്ങിക്കുന്നതായിരിക്കാം. അങ്ങനെ പിന്നത്തേത് വരുന്നത് എൻ്റെ ട്രാവലാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ട്രാവൽ, പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ നമുക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ചിട്ടാണ്. നമുക്ക് ഒരിക്കലും ഇതൊരു വേറൊരാൾ നോക്കി ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് നമുക്ക് എന്താണ് അടുത്തൊരു വർഷത്തിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചേഞ്ചാണ് നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് വേണത് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം കേട്ടോ. ഫസ്റ്റത്തേന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഗോൾ സെറ്റ് ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി ഗോൾസ് ഉണ്ടാവും, പിന്നെ ഓരോരുത്തർക്ക് അവരുടെ പേഴ്സണലായിട്ട് സെക്കൻഡറി ഗോൾസ് ഉണ്ടാവും. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കാം ഓരോന്നിൻ്റെ ഇതിലും നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്തൊരു വർഷം വേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ടേം ആവും, ലോങ് ടേം ആവും. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ചെങ്കിൽ 2026 അപ്പോൾ ഞാൻ അങ്ങനെയാണ്. അത് നമ്മളിരുന്ന് ആലോചിച്ച് ടൈം എടുത്തിരുന്ന് എഴുതണം. അതിന് പെട്ടെന്ന് ഒരു സമയത്തിരുന്ന് എഴുതാണ്ട് നമുക്ക് കിട്ടുന്നതിൽ ഓരോന്നും ഓർക്കുമ്പോൾ ഒക്കെ എടുത്ത് അങ്ങനെ പ്ലാൻ ചെയ്യുക. അത് തീർന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നതാണ് നമ്മളിതിന് വേണ്ട പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. അത് നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ കിട്ടും. പിൻട്രസ്റ്റിൽ നമ്മളിപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ഈ വിഷൻ ബോർഡ് ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ സാധനം കിട്ടി എന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇതിലെ എല്ലാ കാര്യം ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതൊന്നും എനിക്ക് കിട്ടാൻ പോകില്ല എന്ന് കരുതി എഴുതാണ്ട് നമുക്കത് കിട്ടി എന്ന് മനസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അതിലെ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യാം. പിന്നത്തെ കാര്യം, ക്യാൻവ മാതിരിയുള്ള ആപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പിൻട്രസ്റ്റിനെടുത്ത പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഷൻ ബോർഡിൻ്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ ക്യാൻവയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തന്നെ കോളേജ് മാതിരിയൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ബോർഡിൽ ഒട്ടിക്കുക. ഇത്രയുള്ള സ്റ്റെപ്പ്. ആൻഡ് ഓൾസോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിക്കാം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. അതായത് നമ്മുടെ ഗോൾസ് നമ്മൾ ക്ലിയർ ആയിട്ട് വേണം എഴുതാൻ. അതായത് ഇപ്പോൾ എനിക്കിനി അടുത്തൊരു വർഷത്തിനുള്ളിൽ ഒരു കാറ് വാങ്ങിക്കണം എന്നാണ് എഴുതുക.
അത് ഏതാ കാർ, അത് ഏതാ ബ്രാൻഡ്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെ കാറാണ്, അത് ഏത് കളറാണ്. ഇപ്പോൾ എനിക്കൊരു മിനി കൂപ്പറാണെന്ന് എഴുതിയാൽ എനിക്ക് അടുത്ത വർഷം ഒരു പിങ്ക് മിനി കൂപ്പറാണ് വേണ്ടത് എന്ന് അങ്ങനെ സെറ്റ് ചെയ്ത അതിൻ്റെ ആ ഫോട്ടോ റിലേറ്റഡൊരു ഫോട്ടോ വെച്ചിട്ട് വേണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയും. അത്രയും സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പോൾ ജോലിയാണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന ജോബ് റോളിലുള്ള ജോലിയിലേക്കാണ്, ഇന്ന കമ്പനിയിലാണ് കയറേണ്ടത്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതണം എന്ന് കേട്ടോ പറയാം. വിഷൻ ബോർഡിൽ ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ഞാനും ഇതിങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ കുറേ യൂട്യൂബിൽ വീഡിയോസ് കണ്ട് ഓരോരുത്തരും ഇത് എക്സ്പീരിയൻസ് ചെയ്തവരും അല്ലെങ്കിൽ ഇത് കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നവരും പറഞ്ഞ ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കിനി അടുത്ത വർഷമാണ് പറയാൻ പറ്റുള്ളൂ എൻ്റെ എങ്ങനെ വിഷൻ ബോർഡ് എങ്ങനെയായി, ഇത്രത്തോളം ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, ഇതൊക്കെ സത്യമാണോ ട്രൂ ആണോ. പക്ഷെ മാനിഫെസ്റ്റേഷനിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടും എന്നൊരു വിശ്വാസമുള്ള ഒരാളാണ്. വിഷൻ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഗോൾസ് നമ്മുടെ ശരിക്കും മനസ്സിലാക്കിയിട്ട് എഴുതുക എന്നതാണ് കേട്ടോ. ഗോൾസ് നമ്മളെപ്പോഴും സമയമെടുത്ത് ആലോചിച്ച് വേണം എഴുതാൻ. ഇതിപ്പോൾ ഒരു വിഷൻ ബോർഡാക്കി ചെയ്യണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആർക്കായാലും നമ്മുടെ ഗോളുകൾ ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതി വെക്കുന്നതും അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതും അത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാവുന്ന കേട്ടോ പറയാറ്. പിൻട്രസ്റ്റ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട ഇമേജസ് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനത്തെ ഇമേജ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഹെൽത്തി ഫുഡ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനത്തെയാണോ നമ്മുടെ ഏകദേശം ഗോൾ വരണേ അതായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇമേജ് എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ക്യാൻവയിൽ നമ്മൾ സെർച്ച് ചെയ്ത് വിഷൻ ബോർഡ് ടെംപ്ലേറ്റ്സിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വിഷൻ ബോർഡ്സിൻ്റെ ടെംപ്ലേറ്റ്സ് വരണ കാണാം. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കി നമുക്കതിന് ഇഷ്ടപ്പെടാൻ വെച്ചാൽ അതിലേക്ക് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഞാൻ അടിച്ചപ്പോൾ വന്നിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ആട്ടോ. ഇതൊക്കെ ക്യാൻവയിൽ വിഷൻ ബോർഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിലേക്ക് ഫോട്ടോസ് എടുത്തിട്ട് അതൊരു കോളേജ് ആക്കുകയോ അല്ലെങ്കിൽ അത് നമുക്ക് പ്രിൻ്റ് എടുക്കാനോ പറ്റും. ക്യാൻവേൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു ദിവസം ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാർട്ടായിട്ട് അപ്പോൾ ഞാൻ ഇത്തവണ എന്താ വെച്ചാൽ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബോർഡിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. ഇതിൽ നിന്ന് വെട്ടി ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ആ പാർട്ടിലേക്ക് പോവാം. ഞാൻ ഈ പ്രിൻ്റ് ഔട്ട് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായ ഒരു ഫ്രെയിമിക്കാട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനലി നമ്മുടെ വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ആൻഡ് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഹോപ്പ്ഫുള്ളി എനിക്ക് അടുത്ത വർഷം ന്യൂ ഇയർ എന്ന് പറയാൻ പറ്റുന്നതെന്നും. ഇന്നിപ്പോൾ ഡിസംബർ 31. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ വിഷൻ ബോർഡ് ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ഇനിയും ടൈമുണ്ട്. ഈ വർഷം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ.